മുരളി പെരുന്നെല്ലി എം.എൽ.എയുടെ വികസന ഫണ്ടിൽ നിന്നും കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസ് സാമ്പത്തിക ബാധ്യത മൂലമാണ് ഓടാതെ കയറ്റിയിട്ടതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2020 ഫെബ്രുവരി വരെ ബസ് ഓടിയിരുന്നു. 10 വർഷത്തോളം കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കാതെയാണ് ഓടിയത്. ഇക്കാലം അത്രയും വാഹനത്തിന് വേണ്ടി വരുന്ന ചിലവ് അധ്യാപകരും PTA-യുമാണ് വഹിച്ചത്. കോവിഡ് വന്നപ്പോഴാണ് സ്കൂൾ അടച്ചപ്പോൾ ബസ് കയറ്റിയിട്ടത്. നിലവിൽ ടാക്സും ഇൻഷുറൻസും അടച്ചു വരുന്നുണ്ട്. വാഹനം 4 വർഷമായി ഓടാത്തതിനാൽ എഞ്ചിൻ, വീൽ, ഗിയർ ബോക്സ് എന്നിവയ്ക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. തകരാർ പരിഹരിക്കാൻ 5 ലക്ഷം രൂപയോളം ചിലവ് വരും. പണം ചിലവാക്കി ഓടിയാൽ ഡ്രൈവർ, ആയ എന്നിവർക്ക് വേതനവും ഡീസൽ ചിലവടക്കം മാസം 35,000 രൂപയോളം ചിലവ് വരും. ഇൻഷുറൻസ്, ടാക്സ് ചിലവ് വേറെയും വരും. അതിനാൽ വാഹനമിറക്കാൻ നിർവാഹമില്ല. ചെറു റോഡിൽ ഓടാൻ ഈ വാഹനത്തിന് കഴിയില്ല. അതിനാൽ കയറ്റിയിട്ട സ്കൂൾ ബസ് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയതായും ഇവർ പറഞ്ഞു. PTA പ്രസിഡന്റ് CA മുരളി, SMC ചെയർമാൻ നെൽസൺ V. മാത്യു, പ്രിൻസിപ്പൽ A. അഭിത, സ്റ്റാഫ് സെക്രട്ടറി OV. മിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.